നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും KPCC ഭാരവാഹിയും കൽപ്പറ്റ MLAയുമായ ടി സിദ്ദിഖിനെ അവിടെ നിന്നും മാറ്റി കോഴിക്കോട് ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതായി ആ പാർട്ടിക്കുള്ളിൽ ചില സംശയങ്ങളും സംസാരങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. VD സതീശനും ഷാഫി പറമ്പിലുമായി തെറ്റി നിൽക്കുന്ന ടി സിദ്ദിഖിനെ കൽപ്പറ്റയിൽ നിന്നും മാറ്റി കോഴിക്കോട് ഏതെങ്കിലും ഒരു മണ്ഡലം വരുന്ന തെരഞ്ഞെടുപ്പിൽ നൽകാനാണ് ഇപ്പോൾ സതീശനും ഷാഫി പറമ്പിലും ശ്രമിക്കുന്നതത്രേ. ഇതിനെതിരെ കോൺഗ്രസിൽ ശക്തമായ പ്രതിഷേധവും വികാരവും ഉയർന്നു കഴിഞ്ഞു. ചാണ്ടി ഉമ്മനൊപ്പം PC വിശ്വനാഥിനൊപ്പം ഷാഫി പറമ്പിൽ വിരുദ്ധ വിഭാഗത്തിൻ്റെ നേതാവാണ് ഇപ്പോൾ ടി സിദ്ദിഖ്. ഷാഫി പറമ്പിൽ ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി VD സതീശന്റെ കയ്യിൽ കൊടുത്തു എന്നുള്ള പരാതി ഉയർത്തുന്ന നേതാവ് കൂടിയാണ് ടി സിദ്ദിഖ്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ മണ്ഡലം ടി സിദ്ദിഖിൽ നിന്നും എടുത്തു മാറ്റി അത് ഇപ്പോൾ ഇടതുമുന്നണിയിലുള്ള RJDയുടെ ശ്രേയാംസ് കുമാറിന് നൽകാനാണത്രേ VD സതീശനും ഷാഫി പറമ്പിലും ശ്രമിക്കുന്നത്. കൽപ്പറ്റ സീറ്റിൽ ലഭിക്കുമെന്ന് ഉറപ്പായാൽ ശ്രേയാംസ് കുമാർ ഇടതുമുന്നണി വിട്ട് UDFിലെത്തും. കാരണം അങ്ങനെ എത്തിയാൽ അദ്ദേഹത്തിന് ജയിച്ച് UDF ഭരണം വരുമ്പോൾ മന്ത്രിയാകാം. ആ ഉറപ്പ് VD സതീശനും മറ്റ് സതീശനോട് അടുത്ത് നിൽക്കുന്ന ആളുകളും നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കോൺഗ്രസിൽ നിന്നുള്ള സംസാരം ടി സിദ്ദിഖിനെ കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് മാറ്റാനുള്ള നീക്കം ഇപ്പോൾ രഹസ്യമായി നടക്കുന്നുണ്ട് എന്നാണ്. കൽപ്പറ്റ ഉറച്ച സീറ്റാണ് കോൺഗ്രസിൻ്റെ. അവിടെ നിന്നാൽ ടി സിദ്ദിഖ് പരാജയപ്പെടില്ല. എന്നാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ടി സിദ്ദിഖ് വീണ്ടും നിയമസഭയിൽ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണെന്നും ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നു. അങ്ങനെ ടി സിദ്ദിഖിനെ കൽപ്പറ്റയിൽ നിന്നും മാറ്റി അവിടെ ശ്രേയാംസ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ LDFിലെ ഒരു ഘടകകക്ഷിയെ അടർത്തിയെടുത്തു എന്ന് വീമ്പിളക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ചാണ്ടി ഉമ്മനും PC വിശ്വനാഥിനുമൊപ്പം നിൽക്കുന്ന ടി സിദ്ദിഖിനെ മൂലക്കിരുത്താനും കഴിയുമെന്നാണ് ഷാഫി പറമ്പിൽ കരുതുന്നത്രേ. ഇപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പിൻ്റെ വലിയൊരു വിഭാഗം ഷാഫി പറമ്പിലിൻ്റെ കയ്യിലാണ്. അതിനെതിരെ വലിയ എതിർപ്പാണ് ചാണ്ടി ഉമ്മനും PC വിശ്വനാഥും ടി സിദ്ദിഖും അടക്കമുള്ള പഴയ ഗ്രൂപ്പ് നേതൃത്വം ഗ്രൂപ്പിലെ യുവതുർക്കികൾ ഉയർത്തുന്നത്. അവർക്ക് ബെന്നി ബെഹനാന്റെയും KC ജോസഫിൻ്റെയും പിന്തുണയുമുണ്ട്. ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ച് അതിനെ വലിയൊരു രാഷ്ട്രീയ ശക്തിയാക്കാനുള്ള നീക്കം ചാണ്ടി ഉമ്മനും PC വിശ്വനാഥും കൂടി നടത്തുമ്പോൾ അതിന് ശക്തി പകരുന്ന പ്രവർത്തനങ്ങൾ ടി സിദ്ദിഖിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലും പിന്നിൽ നിന്ന് കുത്തിയെന്ന് ഗ്രൂപ്പ് ആരോപിക്കുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ VD സതീശന്റെ ഏറ്റവും വലിയ വിശ്വസ്തരിൽ ഒരാളാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുണ്ടത്തിനും പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം ആളുകളായ സ്ഥിതിക്ക് ഇനി ഗ്രൂപ്പിൽ അവർ വേണ്ട എന്നാണ് പഴയ ഗ്രൂപ്പുകാരുടെ തീരുമാനം. ഏതായാലും ടി സിദ്ദിഖിനെ ഒതുക്കാനായിട്ട് അദ്ദേഹത്തെ കൽപ്പറ്റയിൽ നിന്നും മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പുറത്തുവിടുന്നുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ കോൺഗ്രസ് നേതാക്കൾ. കാരണം ആ സീറ്റ് RJD ശ്രേയാംസ് കുമാർ തിരിച്ച് UDFിലെത്തുവാണെങ്കിൽ കൽപ്പറ്റ സീറ്റ് അദ്ദേഹത്തിന് നൽകണമെന്നും അങ്ങനെ നൽകാമെന്ന് ഉറപ്പുകൊടുത്താൽ ശ്രേയാംസ് കുമാർ തിരിച്ചു വരുമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് കേൾക്കുന്ന സംസാരം. അങ്ങനെ വരുമ്പോൾ സിദ്ദിഖിന് ന്യായമായും തന്നെ കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലെ സീറ്റുകളിലേക്ക് മാറേണ്ടി വരും. അങ്ങനെ വന്നാൽ ടി സിദ്ദിഖ് ജയിക്കാൻ സാധ്യതയില്ലെന്നുള്ള സൂചന നിൽക്കുന്നുണ്ട്. കാരണം ഷാഫി പറമ്പിൽ മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് ടി സിദ്ദിഖിനെപ്പോലുള്ള ഒരു തടസ്സമാകുമെന്നുള്ള ഭയമുണ്ടെന്നാണ് വ്യവസ്ഥാപിത ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള പഴയ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. ഏതായാലും ടി സിദ്ദിഖിനെ മാറ്റാനുള്ള ഒരു ശ്രമം, കൽപ്പറ്റയിൽ നിന്നും മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്നുള്ള സൂചന കോൺഗ്രസിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അത് എത്ര കണ്ട് സാധിക്കുമെന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.